ലോകപ്രശസ്തമായ BBC, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ തകർന്നു പോവോ? ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം. ഗ്ലോബലായിട്ടുള്ള വലിയ ചോദ്യങ്ങളായി മാറുകയാണ്. കാരണം കഴിഞ്ഞ 2 ദിവസം മുമ്പ് അവർ ഏകദേശം 776 മില്യൺ പൗണ്ടിൻ്റെ ചെലവുകളാണ് വെട്ടിച്ചുരുക്കിയത്. അതിൻ്റെ ഭാഗമായി പല പ്രോഗ്രാമുകളും വെട്ടിച്ചുരുക്കുന്നു, അതായത് പല ഡോക്യുമെൻ്ററീസ് വെട്ടിച്ചുരുക്കുന്നു. അതേപോലെ 30 വർഷം അവർ കൊണ്ടു നടന്ന അവരുടെ ഏറ്റവും വലിയ പോപ്പുലർ ഷോയായ ഹാർട്ട് ടോക്ക് അത് നിർത്തലാക്കി. എന്താണ് BBC ഇത്രമാത്രം പ്രതിസന്ധി നേരിടുന്നതിൻ്റെ റീസൺ എന്താണ്? ഇതിലേക്കാണ് പോകുന്നത്. അതിനു മുമ്പ് അതിൻ്റെ ചരിത്രം പറയാം. 1927 തുടങ്ങിയതാണ് ഈ BBC. അതായത് ആദ്യം ഇത് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്നായിരുന്നു. 1930 കൂടി അത് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനായിട്ട് മാറി. അത് ആ സമയത്ത് റേഡിയോ ആണുള്ളത്. തുടർന്ന് 2ാം ലോകമഹായുധം വളരെ കറക്റ്റായിട്ട് ഷാർപ്പായിട്ട് ഈ റേഡിയോയിൽ റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ പേരിൽ ഇതിന് ഗ്ലോബലായിട്ടുള്ള അക്സെപ്റ്റൻസ് കൂടി. എല്ലാ ആളുകളും BBC കേൾക്കാൻ വേണ്ടി തുടങ്ങി. 1950 കൂടി അവർ ന്യൂസ് ബുള്ളറ്റിൻ, അതായത് ടെലിവിഷൻ ന്യൂസ് അവർ തുടങ്ങി. 1956 ടെലിവിഷൻ ന്യൂസ്, അതായത് 3 നേരവും 4 നേരം അവർ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ തുടങ്ങി. 1997 കൂടിയാണ് BBC അവരുടെ മറ്റുള്ള ചാനലും എല്ലാം കൂടെ ലയിച്ചിട്ട് BBC ഗ്ലോബൽ, BBC വേൾഡ് എന്ന് പറഞ്ഞ 24 hours ന്യൂസ് ചാനൽ അവർ സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് അവരുടെ ബ്രീഫായിട്ടുള്ള ചരിത്രം. ഇനി നമുക്ക് നോക്കാം എന്താണ് BBCക്ക് പറ്റിയ പ്രശ്നം. അതായത് കഴിഞ്ഞ കുറേ കാലമായിട്ട് BBCക്കകത്ത് ജോലി ചെയ്യാൻ പല ആൾക്കാർ, സീനിയറായിട്ടുള്ള പല ആളുകളും വിട്ടുപോയി. അതിന് പകരം അവർ ജോലി ചെയ്യാൻ എടുത്തത് ഈ പാകിസ്ഥാനിൽ നിന്ന് വന്ന കുറച്ച് ബുദ്ധിജീവികളെ, ഇടതുപക്ഷ തീവ്ര ബുദ്ധിജീവികളെ, ഇന്ത്യയിൽ നിന്ന് പോയ ചില ബുദ്ധിജീവികളെ, ലോകത്തുള്ള കുറച്ച് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് വന്ന ഇസ്ലാമിക പാലസ്തീൻ ടെറർ ആയിട്ട് ബന്ധമുള്ള ആൾക്കാരെ അതിൻ്റെ സീനിയർ പോസ്റ്റിലോട്ട് വന്നു. ഇതോടുകൂടി അവിടെ മറ്റ് സീനിയറായിട്ടുണ്ടായിരുന്ന പല ആൾക്കാരും BBCന്ന് ജോലി രാജിവെച്ചു പോയി. ഇത് റിയാലിറ്റിയാണ്. വളരെ സീനിയറായിട്ടുള്ള പല ആൾക്കാരും, കാരണം ഒരു പ്രിവിലേജ് ചാനലായിരുന്നു BBC, അത് മുഴുവനും രാജിവെച്ചിട്ട് പോയി. കഴിഞ്ഞ 20-25 വർഷം കൊണ്ടുണ്ടായ സംഭവമാണ് BBCയിൽ ഞാൻ ഈ പറയുന്നത്. പിന്നീട് നിങ്ങൾ കണ്ടു കാണും, കഴിഞ്ഞ ഇസ്രായേൽ ഹമാസ് വാറിൻ്റെ സമയത്തും ഇസ്രായേൽ ഇറാൻ വാറിൻ്റെ സമയത്തും ഗ്ലോബലായിട്ട് നടന്ന പല ഇവൻറ്റ്സും ഇവരൊരു പ്രോ ഇസ്ലാമിക് ലൈനിൽ, കാരണം അവർ എഡിറ്റോറിയലായിട്ട് സീനിയറായിട്ടുള്ളവരെല്ലാം ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും ഇസ്ലാമിക ഫണ്ടമെൻ്റലിസത്തെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ച് പാലസ്തീൻ ആണെങ്കിലും ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഈ പറയുന്ന BBCക്കകത്ത് നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഫേക്ക് ന്യൂസുകൾ ഏറ്റവും കൂടുതൽ കൊടുക്കാൻ തുടങ്ങി. അത് 2-3 തെളിവുകൾ പറയാം. ഈ ഹമാസുമായിട്ട് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂവിൽ ഇവർ കൊടുത്ത ഫേക്ക് ന്യൂസാണ് ഇസ്രായേലി സേന ഗാസയിലോട്ടുള്ള പാലസ്തീൻകാർക്ക്, അതായത് അവർക്കുള്ള ആഹാരം കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. അതിൻ്റെ വണ്ടികൾ ഇവർ ലൂട്ട് ചെയ്യുന്നു. അവിടെ ഫെമൈൻ ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേലി സേനയാണ് ശ്രമിക്കുന്നത്. ജനോസൈഡ് എന്ന് പറയുന്ന സംഭവം ഇന്ന് വരെ BBC ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല എങ്കിലും ആ രീതിയിലോട്ട് റിപ്പോർട്ട് ചെയ്തു, തെറ്റായ ഫേക്ക് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. പിന്നീട് നിങ്ങൾക്കുണ്ടായ സംഭവം വലിയ സംഭവം, ഡിജിറ്റൽ റെവല്യൂഷൻ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പല ചാനലുകളും പോഡ്കാസ്റ്റേഴ്സും യഥാർത്ഥ സംഭവം എന്താണ് നടന്നത് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്തപ്പം BBC റിപ്പോർട്ട് ചെയ്തു, ഇറാനിയൻ ഫോഴ്സ് ഇസ്രായേലിൻ്റെ എയർക്രാഫ്റ്റുകളെല്ലാം അടിച്ചിട്ടു, അവർ ഓടിച്ചു വിട്ടു എന്നൊക്കെ പറഞ്ഞ് വലിയ റിപ്പോർട്ട് കൊടുത്തു, തെറ്റായ റിപ്പോർട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ യാഥാർത്ഥ്യം ഞാൻ ഉൾപ്പെടെയുള്ളവർ നിങ്ങൾക്കറിയാവുന്നതാണ്. അതേപോലെ മറ്റുള്ള ഗ്ലോബലി അറിയുന്ന പോഡ്കാസ്റ്റേഴ്സ് യാഥാർത്ഥ്യം പുറത്തു കൊണ്ടു എന്താണ് സംഭവിച്ചത്. ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെയുള്ള ബോർഡിലുള്ള അംഗങ്ങൾ വളരെ ശക്തമായിട്ട് പറഞ്ഞു, അവിടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് BBCക്ക് കൊടുക്കുന്ന ഈ ഗ്രാൻഡ് നിർത്തലാക്കണം. കാരണം ഇവർ കാണിക്കുന്ന അധികം ഫേക്ക് ന്യൂസാണ്, തെറ്റായ വാർത്തകളാണ് ലോകം മുഴുവൻ ഒരു പടച്ചുവിടുന്നത്. ഇതിൻ്റെ പേരിൽ BBCയുടെ ക്രെഡിബിലിറ്റി നശിക്കുന്നു. അതിനെ തുടർന്ന്, അതാ ഞാൻ ഈ പറയുന്ന കഴിഞ്ഞ 1-1.5-2 മാസം കൊണ്ട് വലിയൊരു വിഭാഗം സീനിയറായിട്ടുള്ളവരും അവിടുന്ന്
രാജിവെച്ച് പോയി. മറ്റുള്ള പലരെയും ആ മാനേജ്മെന്റ് അവരെ പ്രഷറൈസ് ചെയ്ത് രാജിവെപ്പിച്ചു. ഈ കയറിയവർ മുഴുവനും ഈ പറയുന്ന ഇന്ത്യയിൽ നിന്നാണെങ്കിലും പാകിസ്ഥാനിൽ നിന്നാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളിൽ ഒരു പ്രോ സുഡാപ്പി ലൈനിലാണ് കയറി വന്നത്. ഇവർ ലെബനനെ വല്ലാത്ത രീതിയിൽ സഹായിക്കുന്ന രീതി, കാരണം ഹിസ്ബുള്ളയെ സഹായിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. കാരണം ഹിസ്ബുള്ള നമ്മുടെ കമാൽ പാഷ പറഞ്ഞ പോലെ അവർ നിരപരാധികളാണ്, അവരൊന്നും ചെയ്യുന്നില്ല, ആ രീതിയിലുള്ള റിപ്പോർട്ടുകൾ BBC-യിലാണ് വരുന്നത്. അതേപോലെ തന്നെ ഹമാസിനെയും ഹൂത്തികളെയും പിന്തുണയ്ക്കുന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നു. അത് അമേരിക്കൻ സഖ്യസേനയെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ഗവൺമെൻറ് തന്നെ BBC മാനേജ്മെൻറ്റിനോട് പറയുന്നത് അവരുടെ ഗ്രാൻഡ് വെട്ടിക്കുറയ്ക്കാൻ പോവുകയാണ്. അതായത് ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ക്രെഡിബിലിറ്റി പൂർണ്ണമായിട്ടും നശിക്കും. ഇങ്ങനെ പല ആൾക്കാരെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഫൈനാൻഷ്യൽ റിസോഴ്സസ് കട്ട് ചെയ്യാൻ പോവുക. ഇപ്പം നോക്കുക, BBC-യുടെ പല ബ്യൂറോകൾ, ഞാനിപ്പോൾ അമേരിക്കയിലാണ്. അമേരിക്കയിൽ BBC-ക്ക് 14 ബ്യൂറോ ഉണ്ടായിരുന്നു. വലിയ രാജ്യമാണ്. അതിലിപ്പോൾ ഒറ്റ ബ്യൂറോ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ആ രീതിയിലോട്ട് BBC പോയി. അതുപോലെ അവർക്ക് വലിയ സ്റ്റുഡിയോയും പരിപാടിയും ഒക്കെ ഉണ്ടായിരുന്നു, ആൾക്കാരെ കൊണ്ടുവന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ. അതൊക്കെ പൂർണ്ണമായിട്ടും എടുത്തു കളഞ്ഞു. അവരുടെ വീടുകളിലിരുന്ന്, കാരണം ഓഫീസ് സംവിധാനം ഇനി BBC-ക്ക് വേണ്ട എന്നുള്ള നിലപാടിലോട്ട് പോയി. ഇനി മറ്റൊരു കാരണം ഇന്ത്യയായിട്ട് കണക്റ്റഡ് ആണ്. മോദി സർക്കാരിനെതിരെ BBC കൊടുത്ത തെറ്റായ പല വാർത്തകളും ഇന്ത്യയിൽ പോലും BBC-യുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യാൻ തുടങ്ങി. കാരണം പലതും തെറ്റായ കാര്യങ്ങളാണ് കൊടുക്കുന്നത്. പല വാർത്തകളാണ് മോദിയെയും BJP ഗവൺമെൻറ് താറടിച്ച് കാണിക്കാൻ വേണ്ടി അവിടെ ഡെലിബറേറ്റ് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് പോയ പല സോ കോൾഡ് ഇൻ്റലക്ച്വൽസും പാകിസ്ഥാനികളും BBC മീഡിയ മാനേജ്മെൻറ്റ് എഡിറ്റോറിയലകത്തും കയറി. നിങ്ങൾക്കറിയാം, ഇവിടെ ഗുജറാത്ത് റൈഡിനെ പറ്റി തെറ്റായ രീതിയിലുള്ള വളരെ മോശമായ രീതിയിലുള്ള ഡോക്യുമെൻ്ററി ഉണ്ടാക്കുന്നു. ഇതെല്ലാം ഇവരുടെ പ്ലാൻഡ് പരിപാടിയായിരുന്നു. ഇതോടുകൂടി ഇന്ത്യയിലെ CNN-നെയും BBC നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്നത് BBC-ക്കായിരുന്നു. ആ വ്യൂവർഷിപ്പ് നേരെ പകുതിയായിട്ട് അങ്ങ് പോയി. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, BBC-ക്ക് ഇവിടെ ഹിന്ദിയിലും തെലുങ്കില് ബംഗാളി തമിഴ് ഈ 4 ഭാഷയിൽ അവർക്ക് വെബ്സൈറ്റ് ഉണ്ട്. ഇതിനകത്തെയും അവരുടെ വ്യൂവർഷിപ്പും അതിൻ്റെ റീഡർഷിപ്പും കുറയാൻ തുടങ്ങി. അതായത് BBC-യെ എല്ലാ രീതിയിലും ജനങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി ഇതിൻ്റെ പോക്ക് ശരിയല്ല, ഫേക്ക് ന്യൂസ് വളരെയധികം അടിച്ചു വരുന്നുണ്ട്. അപ്പം ഇതിനെ പിന്തുടർന്ന് ഇന്ത്യയിലെ പല മീഡിയയും BBC-യെ ഫോളോ ചെയ്ത് ഇതേപോലെ ഹിന്ദുസ്ഥാൻ ടൈംസും ടൈംസ് ഓഫ് ഇന്ത്യയും ഇതേപോലെ വാർത്തകൾ കൊടുക്കാൻ തുടങ്ങി. അപ്പം എന്നോട് സുഹൃത്ത് ചോദിച്ചു, എന്താണ് ഈ ഹിന്ദുസ്ഥാൻ ടൈംസും ടൈംസ് ഓഫ് ഇന്ത്യ ഇങ്ങനെയുള്ള വാർത്തകൾ കൊടുക്കും? ഞാൻ പറഞ്ഞു, ഇവർ BBC-യാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം BBC-ക്കകത്ത് ഇപ്പം ഒരു പ്രോ ഇസ്ലാമിക് കക്ഷികളും ഇസ്ലാമിക് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആൾക്കാർ കയറിയിട്ടുണ്ട്. അവരാണ് ഈ സംഭവം മുഴുവൻ ഉണ്ടാക്കുന്നത്. അതിനെ ഫോളോ ചെയ്യുകയാണ് ഇന്ത്യയിലെ പല ചാനലും, അതേപോലെ ഇന്ത്യയിലെ പല നാഷണൽ ചാനലും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചില ചില വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് BBC-യുടെ ഏറ്റവും വലിയ തെറ്റ്? ഇസ്രായേൽ ഇറാൻ വാറാണെങ്കിലും ഹമാസ് ആണെങ്കിലും ഹിസ്ബുള്ളയാണെങ്കിലും ഹൂത്തികളാണെങ്കിലും, അന്ന് നിങ്ങൾ പല ആൾക്കാർ എൻ്റെ താഴെ പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർ ഏതാണ്ടൊക്കെ വല്ലാത്ത രീതിയിൽ പറഞ്ഞു. ഇപ്പം നമ്മുടെ മുമ്പ് റിയാലിറ്റി വന്നിരിക്കുകയാണ്. BBC എന്ന് പറഞ്ഞ ചാനൽ എന്നാണ് നിർത്താൻ പോകുന്നത്, ആ രീതിയിലോട്ടാണ് ചർച്ചകൾ പോകുന്നത്. അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് അതിൻ്റെ സാമ്പത്തിക സഹായം പൂർണ്ണമായിട്ട് നിർത്തുകയാണെങ്കിൽ ഈ ചാനൽ പിന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. പിന്നെ മറ്റൊരു സംഭവമുണ്ട്, പോഡ്കാസ്റ്റേഴ്സ്. അതായത് യൂട്യൂബ് അങ്ങനെയുള്ള ഡിജിറ്റൽ മീഡിയയിൽ വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. ഇവരൊരു ഫേക്ക് ന്യൂസ് ചെയ്യുമ്പം അതിനെ മുഴുവനും പൊളിച്ചടക്കിക്കൊണ്ട് യാഥാർത്ഥ്യം ജനങ്ങളുടെ മുന്നിലോട്ട് അറിയിക്കുന്ന പോഡ്കാസ്റ്റേഴ്സ് അവരുടെ വ്യൂവർഷിപ്പ് ഇവരെക്കാളും ഒന്ന് കൂടി. ഇതാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം ഉണ്ടായത്. അതോടുകൂടി BBC-യുടെ ക്രെഡിബിലിറ്റി, ആ വാർത്തയുടെ ക്രെഡിബിലിറ്റി വളരെ താപ്പോട്ട് അങ്ങ് പോയി. ഇതെല്ലാം കൂടെ ക്ലബ്ബ് ചെയ്തപ്പോഴാണ് ഇന്ന് BBC നേരിടുന്നത്. കാരണം അവരുടെ തുടങ്ങിയതിൽ മുതൽ ഇന്ന് വരെ ഇത്രമാത്രം പ്രതിസന്ധി പോകുന്നൊരു ചരിത്രം ഉണ്ടായിട്ടില്ല. ആ രീതിയിലോട്ടാണ് BBC മാറിയത്. അവർ ചില റിപ്പോർട്ടേഴ്സിനെ സാക്ക് ചെയ്ത്, കാരണം അവർ ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ഇറാൻ്റെയും ലൈനിലാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. തെറ്റായ റിപ്പോർട്ടുകൾ ചെയ്യുന്നു. കഴിഞ്ഞിടയ്ക്ക് BBC വേറെ റിപ്പോർട്ട് ചെയ്ത് ഹിസ്ബുള്ള ഇസ്രായേലിൻ്റെ ഫൈറ്റർ എയർക്രാഫ്റ്റിനെ അടിച്ചിട്ടു. അവർ റിപ്പോർട്ട് ചെയ്തത് അതെടുത്ത് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. പിന്നീട് മനസ്സിലായത് കംപ്ലീറ്റ് ഫേക്ക് ന്യൂസ് ആയിരുന്നു. ഫേക്കായിട്ട് ഹിസ്ബുള്ള ഉണ്ടാക്കിയ AI വീഡിയോ എടുത്തിട്ട് ഇവർ വാർത്തയാക്കി ഇട്ടു.
ഇതോടുകൂടിയാണ് BBC എന്ന് പറയുന്ന ഗ്ലോബലി വെൽ നോൺ വെൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ചാനലിൽ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി മുന്നോട്ട് പോകാൻ. കാരണം പലയിടത്തും ഓരോ ബ്യൂറോകളൊക്കെ അടച്ചുപൂട്ടാൻ തുടങ്ങി. ഇന്ത്യയിലാണെങ്കിൽ ഇതിന് വലിയ പ്രതിസന്ധി നേരിടുകയാണ്. കാരണം ഇന്ത്യയിലും വന്ന് ഇന്ത്യക്കെതിരെ തെറ്റായ വാർത്തകൾ കൊടുക്കുക, ആ ക്രെഡിബിലിറ്റി പൂർണ്ണമായിട്ട് BBC മാറിപ്പോയി. അതായത് ഒരു കമ്മ്യൂണിറ്റി ഒരു രാജ്യത്ത് കയറി നശിപ്പിക്കപ്പെടും. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, അവരുടെ ടെലികോം സിസ്റ്റത്തെ അറ്റാക്ക് ചെയ്തു, അതിനുശേഷം അവിടുത്തെ ഏറ്റവും വലിയ ബ്രോഡ്കാസ്റ്റ് സംഭവം അതിനെ അറ്റാക്ക് ചെയ്തു, ഒരു രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവനും നശിപ്പിക്കുന്നു, അതിനുശേഷം ആ രാജ്യത്തിൻ്റെ ക്രെഡിബിലിറ്റി നശിപ്പിക്കുന്നു. ഇതാണ് BBC പതനത്തിന് ഏറ്റവും വലിയ കാരണമായിട്ട് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.